ഒരു വനിതയായിട്ടുള്ള ഒരാളെയും കൊന്നിട്ടില്ലാത്ത എന്നോ ക്രിമേറ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു ബോഡി എടുത്തിട്ട് ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേസിന്റെ ചാർജ് ഷീറ്റ് കോടതിയിൽ സമർപ്പിച്ച പോലീസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ മെയിൻസ് കമ്മീഷനും പറഞ്ഞു വരട്ടെ, ഒന്നും മിണ്ടാതിരിക്കും സാർ. ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പരാതിയിൽ അങ്ങനെ രാജൻ ജോസഫിനെ പോലീസ് പൊക്കിയിരിക്കുകയാണ്. ഓക്കെ, അതിലോട്ട് വരാം. അതിനുമുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീനാദേവി കുഞ്ഞമ്മ ഒരു സൂചനയൊക്കെ തന്നിട്ടുണ്ട്. അപ്പം ഞാനതിവിടെ ആ ഒരു പോസ്റ്റ് വയ്ക്കാം. രാഹുലിൻ്റെ ഒരു ഫോട്ടോയൊക്കെ പങ്കുവെച്ചുകൊണ്ടാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ആ ഒരു സൂചന തന്നേക്കുന്നത്. അപ്പം ശ്രീനാദേവി കുഞ്ഞമ്മയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ ഇതിനകത്ത് രാജൻ ജോസഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നൊരു വീഡിയോ ഉണ്ട്, അത് ഞാൻ ഇവിടെ വെച്ച് തരാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം, അതുപോലെ ഫോളോ ചെയ്യണം. അപ്പോൾ എന്തായാലും ഞാനിവിടെ ശ്രീനാദേവി കുഞ്ഞമ്മ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അപ്പം രാഹുലിൻ്റെയും കുറച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ ഒരു എല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് രാഹുൽ ശ്രീനാദേവി കുഞ്ഞമ്മ പങ്കുവച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിട്ട പോസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു തിരിച്ചുവരവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ന്യൂസുകളൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം പുള്ളിക്കാരി എഴുതിയേക്കുന്ന ഇങ്ങനെയാണ്: പാർട്ടി കൊണ്ട് ലഭിച്ച സൗഹൃദങ്ങൾ തങ്ങൾക്ക് വേണ്ടി നിന്നവർക്ക് വേണ്ടി അവരും നിൽക്കുമെന്നതിന് കാലമാണ് തെളിവ്. അടൂരിലെ പാർട്ടിയുടെ പട്ടാളം എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടേക്കുന്നത്. അതിനകത്ത് രാഹുൽ മാങ്കൂട്ടവും കുറച്ച് പ്രവർത്തകരൊക്കെ ഉണ്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരൊക്കെ. ഓക്കെ, ഇനി ഞാനിവിടെ രാജൻ ജോസഫിൻ്റെ കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ശ്രീനാദേവി കുഞ്ഞമ്മയായിട്ടും അതുപോലെ രാഹുൽ മാങ്കൂട്ടമായിട്ടും അവിഹിത കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കി പടച്ചു വിട്ടിരുന്ന ഒരു മനുഷ്യനാണ് രാജൻ ജോസഫ്. ഇയാൾക്ക് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇയാൾ വേറെ ആരോ വാക്ക് കേട്ടിട്ട് ഇല്ലാത്ത കുറേ കഥകളൊക്കെ കൊണ്ടുവന്നിട്ട് ശ്രീനാദേവി കുഞ്ഞമ്മയെ ഇങ്ങനെ നിരന്തരം അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെയും നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പം ശ്രീനാദേവി കുഞ്ഞമ്മ എന്തായാലും പുള്ളിക്കാരനെതിരെ ഒരു പരാതി കൊടുത്തു. അങ്ങനെ ഇപ്പം 8ൻ്റെ പണി കിട്ടി, പുള്ളിയെ പോലീസ് പൊക്കിയിരിക്കുകയാണ്. കുറച്ച് ദിവസം ഒളിവിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് പോലീസ് പൊക്കിയിരിക്കുന്നത്, തന്ത്രപൂർവ്വം പൊക്കിയെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും ഞാനിവിടെ രാജൻ ജോസഫിനെ പോലീസ് പിടിക്കുന്ന സമയത്ത് ശ്രീനാദേവി കുഞ്ഞമ്മ എടുത്തൊരു വീഡിയോ ഉണ്ട്. ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ വയ്ക്കാം. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. എന്തൊക്കെയായിരുന്നു ആ പോന്ന പോക്ക് കണ്ട. ഈ രാജൻ ജോസഫ് VD സതീശൻ പറവൂര് തൂക്കുമെന്ന് പറഞ്ഞ മുതലാണ്. പുള്ളി എന്നാലും നടത്തം കണ്ട അതേപോലെ തന്നെ വൻ കോമഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് ഞാൻ വെച്ച് തരാം. രാജൻ ജോസഫിനെ പോലീസ് പിടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീനാദേവി പോയി കാണാനൊക്കെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഞാനൊരു വാർത്ത വെച്ച് തരാം, അതുകൂടെ ഒന്ന് കേട്ടോവേ. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ശ്രീനാദേവി കുഞ്ഞമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രമുഖ യൂട്യൂബർ രാജൻ ജോസഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. IT ആക്ട് ഉൾപ്പെടെയുള്ള അതീവ ഗുരുതരമായ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശ്രീനാദേവി കുഞ്ഞമ്മ നൽകിയ പരാതിയിൽ കേസെടുത്ത വിവരമറിഞ്ഞ് ഒളിവിൽ പോയ രാജൻ ജോസഫിനെ വളരെ നാടകീയമായ നീക്കങ്ങൾക്കൊടുവിലാണ് അടൂർ പോലീസ് സംഘം എറണാകുളത്ത് നിന്നും പിന്തുടർന്ന് പിടികൂടിയത്. ഇന്നലെ രാത്രിയോടെയാണ് പ്രതിയെ പോലീസ് വലയിലാക്കിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ പ്രതിയെ അടൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ വലിയ നാടകീയ സംഭവങ്ങളാണ് സ്റ്റേഷനിൽ അരങ്ങേറിയത്. തനിക്കെതിരെ മോശം പ്രചരണം നടത്തിയ പ്രതിയെ കാണാൻ പരാതിക്കാരിയായ ശ്രീനാദേവി കുഞ്ഞമ്മ നേരിട്ട് അടൂർ പോലീസ് സ്റ്റേഷനിൽ എത്തുകയായിരുന്നു. ലോക്കപ്പിൽ കിടക്കുന്ന പ്രതിയെ നേരിൽ കണ്ടതിനു ശേഷം അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച അടുത്ത പ്രതികരണവും പരിഹാസവും നിറഞ്ഞ പോസ്റ്റ് ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ മാധ്യമ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. അവിഹിത കഥകൾ കൃത്രിമമായി നിർമ്മിച്ചത് വീഡിയോകളാക്കി മാറ്റി സാമൂഹിക മാധ്യമങ്ങളിൽ വിറ്റ് വരുമാനം കണ്ടെത്തുന്ന ഒരു യൂട്യൂബ് മാലിന്യമാണ് ഒടുവിൽ പോലീസ് പിടിയിലായതെന്നാണ്
ശ്രീനാദേവി കുഞ്ഞമ്മ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അത് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത്. തന്നെ അറസ്റ്റ് ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന രാജൻ ജോസഫിനെ അടൂർ പോലീസ് കൃത്യമായി വലയിലാക്കുകയായിരുന്നുവെന്നും അവർ ചൂണ്ടിക്കാണിച്ചു. ഇന്നലെ രാത്രി 10:30 താൻ അടൂർ പോലീസ് സ്റ്റേഷനിലെത്തി ലോക്കപ്പിൽ കഴിയുന്ന പ്രതിയെ നേരിൽ കണ്ടതെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം പരസ്യമാക്കി. ക്ലോസറ്റ് സൗകര്യമുള്ള ലോക്കപ്പ് മുറിയിൽ നിലത്തിരിക്കുകയായിരുന്ന പ്രതിയോട് ചെന്ന് 2 വാക്കുകൾ സംസാരിക്കുകയും നേരിട്ട് പരിചയപ്പെടുകയും ചെയ്ത ശേഷമാണ് താൻ മടങ്ങിയതെന്നും അവർ പറഞ്ഞു. ഇന്നലെ രാത്രി ലോക്കപ്പിൽ വെറും നിലത്ത് കിടന്നാണ് പ്രതി ഉറങ്ങിയതെന്നും ആ ഉറക്കം തികച്ചും സുഖകരമായിരുന്നുവെന്ന് താൻ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും അവർ പരിഹാസത്തോടെ കുറിച്ചു. അടൂരിൽ വെച്ച് നിയമപരമായ കേട്ടല്ലോ. ഇങ്ങേർക്ക് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? എന്തൊക്കെ വിഷയങ്ങൾ സംസാരിക്കാനും ചർച്ച ചെയ്യാനും കിടക്കുന്നത്. ഇയാൾ രാഹുലിൻ്റെ ഒരു വിഷയത്തിൽ എവിടുന്നോ കുറച്ച് പൈസയും മേടിച്ചുകൊണ്ട് വന്നിട്ട് അങ്ങോട്ടിരുന്നിട്ട് രാഹുലിനെതിരെയും തൂത്തുപറക്കി അങ്ങോട്ട് അടിയായിരുന്നു. രാവിലെ തൊട്ട് വൈകിട്ട് വരെ രാഹുലുമായിട്ട് ബന്ധപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുറേ കഥകൾ ഉണ്ടാക്കിക്കൊണ്ട് എഴുതി അങ്ങോട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ അത് വീഡിയോ ആക്കി ഇട്ടുകൊണ്ടിരിക്കലായിരുന്നു ഇയാളെ ജോലി. ശ്രീനാദേവി കുഞ്ഞമ്മ രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്ന സമയത്ത് പിന്നെ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേരിലോട്ട് ആരൊക്കെ രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നോ അവരതൊക്കെ നെഞ്ചത്തോട്ട് കയറുന്ന രീതിയാണ് പിന്നെ കണ്ടത്. എന്തായാലും ഇപ്പം 8ൻ്റെ പണിയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ രാജൻ ജോസഫ് 1-2 പോസ്റ്റുകൾ 2 ദിവസം മുമ്പ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ നിന്ന് വായിക്കാം. അപ്പം പുള്ളി പങ്കുവച്ചേക്കുന്ന ഒരു പോസ്റ്റിനകത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു സ്ത്രീയുടെ ഫോട്ടോ വെച്ചുള്ള പോസ്റ്റ് അവരിട്ട ഒറിജിനൽ പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപവും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് ശ്രീനാദേവി കുഞ്ഞമ്മയെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പം ഇയാൾ പോസ്റ്റ് ഇടുന്നതിന് ഒരു ദിവസം മുമ്പ് ശ്രീനാദേവി കുഞ്ഞമ്മ ഇയാളെ പറ്റിയിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ മാലിന്യത്തെ എവിടെയെങ്കിലും കണ്ടു കിട്ടുന്നവർ പോലീസിൽ അറിയിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ ആ പോസ്റ്റിനെ വിമർശിച്ചിട്ടുണ്ടാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. ഇനി ബാക്കി വായിക്കാം. മിനിഞ്ഞാന്ന് നിലമ്പൂരിൽ പോയപ്പോൾ ഞാൻ അവിടെ കണ്ട ബാനർ. ഇതിനിടയിൽ ഞാൻ സ്ഥിരമായി സൂപ്പർ മാർക്കറ്റിൽ പോകാറുണ്ട്. വിവിധ ചായക്കടകളിൽ നിന്ന് ഒരു കാലിച്ചായ കുടിക്കാറുണ്ട്. ഒരു തവണ വള്ളത്തോൾ പടിയിലെ ബാർബർ ഷോപ്പിൽ പോയിട്ടുണ്ട്. പടമുകളിലെ വലിയ തട്ടുകടകളിലും ഇടപ്പള്ളിയിലെ ശരവണ ഭവനിലും തോഷിബ ജംഗ്ഷനിലെ ബിവറേജ് ഷോപ്പിലും കാക്കനാട്ടിലെ ജിനോ ബാറിലും നിലമ്പൂരിലെ ചാലിയാർ സഹകരണ ബാങ്കിലും പോവുകയും നിലമ്പൂരിലെ ഹോട്ടലിൽ ഒരു ദിവസം താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ കാശ് കൊണ്ട് നടക്കാറില്ല. എല്ലായിടത്തും ഗൂഗിൾ പേ ആണ് ഉപയോഗിക്കുന്നത്. അതിന് ഫോൺ ഓണായിരിക്കണം, നെറ്റ് ഓണായിരിക്കണം. പലപ്പോഴും ഞാൻ 2 ആഴ്ചയും 1 മാസവും ഒക്കെ ഒരു വീഡിയോ പോലും ചെയ്യാറില്ല. ഈ പോസ്റ്റ് പോലും ഇടാറില്ല. ഈ പറയുന്ന ആൾ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നടക്കുന്ന സമയത്ത് ഡെയിലി ഒരു 10 വീഡിയോ എങ്കിലും ഇട്ടുകൊണ്ടിരുന്ന ആളാണ്. അയാളാണ് ഇപ്പം പറയുന്നത് ഞാൻ 2 മാസത്തിൽ ഒരിക്കലാണ് വീഡിയോ ഇടുന്നത്. ഒളിവിലായിരുന്ന എന്നെ നുണ 1000 തവണ ആവർത്തിച്ച് അത് സത്യമാകുന്ന ഗീബൽസ്യൻ യന്ത്രമാണ് ഇവർ പറയുന്നത്. ഇവർക്കൊന്നും ഇനി മുതൽ മറുപടി പറഞ്ഞ് സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ആരും അറിയാതിരുന്ന ചില ആളുകളെ ഞാൻ എൻ്റെ പോസ്റ്റുകളിലൂടെയാണ് അറിയിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീനാദേവി കുഞ്ഞമ്മയെ ഇയാളാണ് അറിയിപ്പിച്ചതെന്നാണ് പറയുന്നത്. ഇയാളെങ്ങനെയാണ് അറിഞ്ഞത്? ഇയാൾ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി കാരണമാണ് ഇയാളെ 10 പേര് അറിഞ്ഞു തുടങ്ങിയത്. ഇനി കൂടുതൽ പ്രശസ്തിയോ കുപ്രശസ്തിയോ അത്തരം നിസ്സാരരായ ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ സുപ്രധാനമായ പദവികൾ വഹിക്കുന്ന പ്രശസ്തരായ ചില ആളുകൾ എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിയാൽ അവരോട് സന്ധി ചെയ്യാനും നിശബ്ദത പാലിക്കാനും ഉദ്ദേശിക്കുന്നില്ല. കാരണം വളരെ നിസ്സാരമായ ആളുകളോട് ഏറ്റുമുട്ടുന്നത് ഒരു ത്രില്ലുള്ള കാര്യമല്ല. അപ്പോൾ ഇനി ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണം പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ശ്രീനാദേവിയുടെ ഒരു ഫോട്ടോയൊക്കെ പങ്കുവെച്ച് പുള്ളിക്കാരൻ്റെ ഒരു ഫോട്ടോയൊക്കെ പങ്കുവെച്ചിട്ടാണ് ഈ പോസ്റ്റ് ഇട്ടേക്കുന്നത്. എന്തായാലും കൊള്ളാം. എന്തായാലും ശ്രീനാദേവി കുഞ്ഞമ്മ 8ൻ്റെ പണിയാണ് പുള്ളിക്കാരന് കൊടുത്തേക്കുന്നത്. ഇനി ഒരു പോസ്റ്റും കൂടെ ഇവിടെ പങ്കുവച്ചിട്ടുണ്ട്, അതുകൂടെ ഞാനൊന്ന് വായിക്കാം. ഇയാൾക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു ഇതിൻ്റെ അല്ലേ? അപ്പം അടുത്ത പോസ്റ്റ്, ജാമ്യം കിട്ടി. നിലമ്പൂരിലും പരിസര പ്രദേശങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള ലുക്കൗട്ട് നോട്ടീസ് എന്ന പേരിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഷാഫി മാങ്കൂട്ടം ഫാൻസ് പരിസ്ഥിതി സംരക്ഷണത്തെ കരുതി ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നാലും ഇയാൾക്ക് ഷാഫി പറമ്പിലിനെയും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ കണ്ടുവിടുന്ന ഇയാളെ ഓരോ വീഡിയോസും ഓരോ ഈ പോസ്റ്റും കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇപ്പോഴും ഷാഫി പറമ്പിലിൻ്റെ നെഞ്ചത്തോട്ടും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നെഞ്ചത്തോട്ടുമാണ് ഇപ്പോഴും ഇങ്ങാര് കയറുന്നത്. കാരണം ആ ബോർഡുകൾ അവിടുത്തെ കോൺഗ്രസ്സുകാരോ ലീഗുകാരോ സ്ഥാപിച്ചതല്ല. അവരത് ചെയ്തിട്ടില്ല. എന്നാൽ ഞാൻ ഉറപ്പുവരുത്തിയതാണ്. ഫേസ്ബുക്കിലെ പെയ്ഡ് ഫാൻസ് അവരുടെ പോസ്റ്റുകൾ പിൻവലിക്കേണ്ടതില്ല. അത് അവിടെ തന്നെ കിടക്കട്ടെ.
യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ലുക്കൗട്ട് നോട്ടീസ് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഇക്കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഒരു ദിവസം മാത്രമാണ് ഞാൻ കൊച്ചിയിൽ നിന്ന് മാറി നിന്നത്. വാണ്ടട്ട് എന്ന പേരിൽ ലുക്കൗട്ട് നോട്ടീസ് ഇറക്കിയത് കുഞ്ഞമ്മയും കൂട്ടുകാരനുമാണ്. അല്ലാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടവും സീനാദേവി കുഞ്ഞമ്മയും കൂടെ ചേർന്നിട്ടാണ് ആ ഒരു ലുക്കൗട്ട് നോട്ടീസ് ഇറക്കിയെന്നാണ് ഇയാൾ പറയുന്നത്. അല്ലാതെ കേരള പോലീസ് അങ്ങനെയൊന്നും ഇറക്കിയിട്ടില്ല. പോലീസ് സേനയിൽ ഉള്ളവരെല്ലാം ഇപ്പോൾ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരും മാന്യന്മാരുമാണ്. അവർക്ക് യഥാർത്ഥ ക്രിമിനലുകളെയും അല്ലാത്തവരെയും നന്നായി തിരിച്ചറിയാം. കേസ് കൃത്യമായി അന്വേഷിക്കാനും അറിയാം. അതൊരു അത്യാവശ്യ യാത്രയായിരുന്നു. മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് പോയി നിലമ്പൂരിൽ റൂം എടുത്ത് നിന്ന് ഇന്നലെ വൈകിട്ട് തിരിച്ച് രാത്രി 1 മണിയോടെ വീണ്ടും കൊച്ചിയിലെത്തി. ഒളിവിൽ പോകാൻ ഞാൻ നാട്ടിലാകെ നടന്ന് ഗർഭം കലക്കിയിട്ടില്ല. വയനാട് ദുരിതത്തിൽ മരിച്ചവരുടെ പണം കട്ടിട്ടില്ല. കൂടെ നിന്ന് സഹായിച്ച എന്നെ തിരിച്ചറിയുന്ന, എന്നെ മനസ്സിലാക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും നിഷ്പക്ഷമായി നീതിപൂർവം കേസ് അന്വേഷിച്ച് കേരള പോലീസിനും ബഹുമാനപ്പെട്ട കോടതിക്കും നന്ദി. ബാക്കി കാര്യങ്ങൾ വിശദമായ ഒരു വീഡിയോയിലൂടെ പിന്നീട് പറയാം. ഇവിടെ നിങ്ങൾ പൈസ കെട്ടുന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നിങ്ങൾ പറഞ്ഞല്ലോ, അതൊന്നും അല്ല ഇവിടെ വിഷയം. ഇവിടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീനാദേവി കുഞ്ഞമ്മയും രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ ചേർത്തിട്ട് നിങ്ങൾ എന്തോ ഒരു അപവാദങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഡെയിലി വന്നിരുന്നിട്ട് അല്ലേ, എന്തോ ഒരു അപവാദങ്ങളാണ്. അതിനെതിരെയാണ് സീനാദേവി കുഞ്ഞമ്മ പരാതി കൊടുത്തത്, അല്ലാതെ വേറൊന്നിനുമില്ല. അവരെ നിരന്തരം ഇങ്ങനെ ഡെയിലി വന്നിരുന്ന് ഇങ്ങനെ ഓരോ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി ഇങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ടിരുന്നുകൊണ്ടാണ് അവർ പരാതി കൊടുത്തത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ബുക്കിയത്. നേരത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടതുപോലെ ഈ പെറ്റ് തന്നാൽ പോലും സഹിക്കാത്ത രീതിയിലല്ലേ ഈ പുള്ളി ഇറങ്ങി പോകുന്നത്. അപ്പം എന്തായാലും സീനാദേവി കുഞ്ഞമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല നട്ടലുള്ളൊരു വനിതാ നേതാവ് തന്നെയാണ്. എനിക്കൊരു ഫ്യൂച്ചറിലൊരു MLA ഒരു മന്ത്രി കസേരയിൽ വരെ എത്തുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നൊരു ലേഡി തന്നെയാണ്. നല്ല വിദ്യാഭ്യാസവും വിവരവും എല്ലാം പക്വതയും ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതും ഇടപെടുന്നതും എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് പുള്ളിക്കാരി ചെയ്യുന്നത്. ഇനി ഞാനിവിടെ 24-നകത്ത് സീനാദേവി കുഞ്ഞമ്മയും തമ്മിൽ എന്നുള്ളൊരു പരിപാടിയിലൊരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് എല്ലാത്തിനെയും അടുത്തിരുത്തിയിട്ടുണ്ടല്ലോ, എല്ലാത്തിനെയും ഇരുത്തി പൊരിച്ച് കളഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം സീനാദേവി കുഞ്ഞമ്മ. എന്തായാലും അത് എത്ര പേര് കണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. എല്ലാത്തിനെയും അവിടെ ഇരുത്തി പൊരിച്ച് കളഞ്ഞു. എനിക്ക് ഓർമ്മ വരുന്ന ഫാദർ ഡൊമിനിക്കിനെയാണ്. ഇൻ ഗോസ്റ്റ് ഹൗസിലെ നാശത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു ബേസും ഇല്ലാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് കയറരുത്. ഉണ്ണികൃഷ്ണൻ പോറ്റി 90 ദിവസത്തിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി 90 ദിവസത്തിനകം ചാർജ് ഷീറ്റ് സമർപ്പിക്കാത്തതിന്റെ പേരിൽ കട്ടളപ്പാളി ശബരിമല കൊള്ളക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ സമയമാണിത്. അപ്പൊ ആ സാഹചര്യത്തിലാണ് ഒരു വനിതയായിട്ടുള്ള ഒരാളെയും കൊന്നിട്ടില്ലാത്ത എന്നോ ക്രിമേറ്റ് ചെയ്ത് കഴിഞ്ഞൊരു ബോഡി എടുത്തിട്ട് ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേസിന്റെ ചാർജ് ഷീറ്റ് കോടതിയിൽ സമർപ്പിച്ച പോലീസാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ മെൻസ് കമ്മീഷനും പറഞ്ഞു വരട്ടെ, ഒന്നും മിണ്ടാതിരിക്കും. ഇവിടെ മെൻസ് കമ്മീഷനും വനിതാ കമ്മീഷനും എന്ത് വന്നാലും ഒരു രാജ്യം അതിന്റെ പൗരനെ സിറ്റിസനെ ആ ചിൽഡ്രനായിട്ട് സ്വീകരിക്കാൻ തയ്യാറാകണം. അതല്ലാത്ത പക്ഷം ഒരു തരത്തിലുള്ള നീതിയും സ്ത്രീക്കോ പുരുഷനോ ഇവിടെ ലഭിക്കില്ല. ഇത്രയും ആക്രമണങ്ങൾ നേരിടുന്ന ഒരു വനിതയാണ് ഞാൻ. 1, 2, 3, 4 ഇവിടെ എവിടെയാണ്? ഇവിടെ എനിക്ക് എന്തുകൊണ്ട് വനിതാ കമ്മീഷൻ മറുപടി വേണമെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ്. എനിക്ക് വനിതാ കമ്മീഷനിൽ പോകാൻ തോന്നുന്നില്ല സാർ. വനിതാ കമ്മീഷനിൽ എന്തുകൊണ്ട് പോകാൻ തോന്നുന്നില്ല? ഈ അറ്റാക്ക് ചെയ്യുന്ന എത്രയും ഇടതുപക്ഷത്തിൻ്റെതാണ്. നിങ്ങളുടെ പ്രശ്നത്തെ നിങ്ങൾ നിയമപരമായല്ലേ നേരിട്ടത്? അതിന് കമ്മീഷനെയല്ലല്ലോ ആശ്രയിച്ചത്. ഇവിടുത്തെ പുരുഷന്മാരുടെ പ്രശ്നം പുരുഷ കമ്മീഷൻ തീർത്തോളം എന്ന് പറയുന്നത് അതല്ല വേണ്ടത്. ഇവിടുത്തെ കോടതികളെല്ലാം എല്ലാ കമ്മീഷനും അവർക്ക് മാത്രമേ പുരുഷനായാലും അതിനു വേണ്ടിയിട്ട് ഈ നിലനിൽക്കുന്ന നിയമ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള പോലീസ് സംവിധാനം വളരെ വീക്ക് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള തോന്നൽ വരുമ്പോഴാണ്, പോലീസ് രാജ് ഉണ്ടാകുന്നുള്ള തോന്നൽ വരുമ്പോഴാണ് ഒരു കാലത്ത് വനിതാ കമ്മീഷനിലേക്ക് പോയത്. സ്ത്രീകൾക്ക് ജുഡീഷ്യറിയുടെ ഒരു ഡിലേ ഉണ്ടാകുന്നില്ല, പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളൊരു നീതി നിഷേധം ഉണ്ടാകുന്നില്ല. ഇമ്മീഡിയറ്റ്ലി ഒരു ചാനൽ വരികയാണ് അവരുടെ ശബ്ദം അഡ്രസ് ചെയ്യുവാൻ. അതിനായിട്ടാണ് വനിതാ കമ്മീഷൻ ഫോം ചെയ്തത്. അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പുരുഷ കമ്മീഷനിലും പറയുന്നത്. ബിക്കോസ് ദേ ആർ ഗെറ്റിംഗ് ഇൻവിസിബിൾ, men are getting invisible. വനിതാ കമ്മീഷൻ
എൻ്റെ മോനെ കണ്ടല്ലോ, എല്ലാത്തിനും ഇരുത്തി പൊരിച്ച് കളഞ്ഞ് ഉത്തരം മുട്ടും വല്ല കൊഞ്ഞണം കാണിക്കുന്ന പറയല്ലോ, അതുപോലെയാണ് എല്ലാണോ അപ്പുറത്തിരുന്നിട്ടില്ല കലപില എന്ന് പുള്ളിക്കാരിയുടെ ഉത്തരത്തിനൊന്നും അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് പ്രതികരിക്കാനുള്ളൊരു ശേഷി ഇല്ലാതാക്കി കളഞ്ഞെന്നാണെങ്കിലും പറയാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലും കൂടെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കുക. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചു വരിക ആഗ്രഹിക്കുന്ന ആളുകൾ കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ